ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും ശൗര്യാശ്രമത്തിൽ പ്രവേശിക്കുന്നു. ഗന്ധർവനേവം ചൊല്ലിമറഞ്ഞോരനന്തരം സന്തുഷ്ടന്മാരായൊരു രാമലക്ഷ്മണന്മാരും ഘോരമാം വനത്തോട് മന്ദമന്ദം പോയി ചെന്നു ചാരുത ചേർന്ന് ശബര്യാശ്രമം പൂക്കാൻ. സംഭ്രമത്തോടും പ്രത്യുത്ഥായ താപസീ ഭക്ത്യാ സമ്പദിച്ചിതു പാദാംഭോരുഹയുഗത്തിങ്കൽ. സന്തോഷപൂർണാശ്രുനേത്രങ്ങളോടവളും ആനന്ദമുൾക്കൊണ്ടു പാദ്യാർഘ്യാസനാദികളാലെ പൂജിച്ചു തൽപാദതീർത്ഥാഭിഷേകവും ചെയ്തു. ഭോജനത്തിനു ഫലമൂലങ്ങൾ നൽകിയിടിനാൾ. പൂജയും പരിഗ്രഹിച്ചാനന്ദിച്ചിരുന്നിതു രാജീവനേത്രന്മാരാം രാജനന്ദനന്മാരും. അന്നേരം ഭക്തി പൂണ്ടു തൊഴുതു ചൊന്നാളവൾ, ധന്യയായി വന്നേൻ അഹമിന്നു പുണ്യാതിരേകാൽ. എന്നുടെ ഗുരുഭൂതന്മാരായ മുനിജനം നിന്നെയും പൂജിച്ച് അനേകായിരത്താണ്ടുവാണാർ. അന്നു ഞാൻ അവരെയും ശുശ്രൂഷിച്ചിരുന്നിതു. പിന്നെ പോയി ബ്രഹ്മപദം പ്രാപിച്ചാരവർകളും. എന്നോട് ചൊന്നാരവരേതുമേ ഖേദിയാതെ, ധന്യേ നീ വസിച്ചാലും ഇവിടെ തന്നെ നിത്യം. പന്നകശായി പരൻ പുരുഷൻ പരമാത്മാ വന്നവതരിച്ചിതു രാക്ഷസവതാർത്ഥമായി. നമ്മയും ധർമ്മത്തെയും രക്ഷിച്ചു കൊള്ളുവാനിപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കൽ വന്നിരിക്കുന്നു. വന്നിടും ഇവിടേക്കു രാഘവൻ, എന്നാൽ അവൻ തന്നെയും കണ്ട് ദേഹത്യാഗവും ചെയ്താലും നീ വന്നിടുമെന്നാൽ മോക്ഷം നിനക്കുമെന്നു നൂനം. വന്നിതൗവണ്ണം ഗുരുഭാഷിതം സത്യമല്ലോ. നിന്തിരുവടിയുടെ വരവും പാർത്തു പാർത്ത് നിന്തിരുവടിയെയും ധ്യാനിച്ചു വസിച്ചു ഞാൻ. ശ്രീപാദം കണ്ടുകൊള്ളുവാൻ മൽഗുരുഭൂതന്മാരാം താപസന്മാർക്കു പോലും യോഗം വന്നീലയല്ലോ. ജ്ഞാനമില്ലാതെ ഹീനജാതിയിലുള്ള മൂഢ ഞാനിതിനൊട്ടും അധികാരിണിയല്ലയല്ലോ. വാങ്മനോവിഷയമല്ലാതൊരു ഭവദ്രൂപം കാൺമാനും അവകാശം വന്നതു മഹാഭാഗ്യം. തൃക്കഴലിണ കൂപ്പി സ്തുതിച്ചുകൊള്ളുവാനും ഇങ്ങുൾക്കമലത്തിൽ അറിയപ്പോക ദയാനിധി. രാഘവനതു കേട്ടു ശബരിയോടു ചൊന്നാൻ, ആകുലം കൂടാതെ ഞാൻ പറയുന്നതു കേൾനീ. പുരുഷ സ്ത്രീ ജാതി നാമാശ്രമാദികളല്ല കാരണം മമ ഭജനത്തിനു ജഗത്രയേ. ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും, മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും. തീർത്ഥസ്നാനാദി തപോദാനവേദാധ്യയന ക്ഷേത്രോപവാസയാഗാദ്യഖില കർമ്മങ്ങളാൽ ഒന്നിനാൽ ഒരുത്തനും കണ്ടുകിട്ടുകയില്ല എന്നെ മൽഭക്തിയൊഴിഞ്ഞൊന്നുകൊണ്ടൊരു നാളും. ഭക്തിസാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിയിടുവൻ, ഉത്തമേ കേട്ടുകൊള്ളുക മുക്തി വന്നിടുവാനായി. മുഖ്യ സാധനമല്ലോ സജ്ജനസംഘം, പിന്നെ മൽകഥാലാപം രണ്ടാം സാധനം. മൂന്നാമതും മൽഗുണേരണം, പിന്നെ മദ്വചോ വ്യാഖ്യാതൃത്വം. മൽക്കലാജാതാചാര്യോപാസനമഞ്ചാമതും, പുണ്യശീലത്വം യമനിയമാദികളോടും എന്നെ മുട്ടാതെ പൂജിക്കുന്നുള്ളതാറാമതും. മന്മന്ത്രോപാസകത്വമേഴാമത്. എട്ടാമതും മംഗലശീലേ കേട്ടു ധരിച്ചു കൊള്ളേണം നീ. സർവബോധങ്ങളിലും മന്മതിയുണ്ടാകയും സർവദാ മൽഭക്തന്മാരിൽ പരമാസ്തിക്യവും സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കുകയും സർവലോകാത്മാ ഞാൻ എപ്പോഴും ഉറയ്ക്കുകയും
സർവലോകാത്മാ ഞാനെന്ന് എപ്പോഴും ഉറക്കെയും മത്തത്വവിചാരം കേളൊമ്പതാമതു ഭദ്രേ ചിത്തശുദ്ധിക്കു മൂലം ആദിസാധനം നൂനം. ഉക്തമായതു ഭക്തിസാധനം നവവിധം ഉത്തമേ ഭക്തി നിത്യമാർക്കൊള്ളു വിചാരിച്ചാൽ തിരിയോഗ്യോ നിജങ്ങൾക്കെന്നാകിലും മൂഢന്മാരാം നാരികൾക്കെന്നാകിലും പുരുഷനെന്നാകിലും പ്രേമലക്ഷണയായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനേ മമ തത്വാനുഭൂതിയുണ്ടാം. തത്വാനുഭവസിദ്ധനായാൽ മുക്തിയും വരും തത്ര ജന്മനി മർത്യനുത്തമതബോധനേ. ആകയാൽ മോക്ഷത്തിനു കാരണം ഭക്തി തന്നെ. ഭാഗവതാഠ്യേ ഭഗവത് പ്രിയേ മുനിപ്രിയേ. ഭക്തിയുണ്ടാക കൊണ്ടു കാണായി വന്നിതു തവ മുക്തിയുമടുത്തിതു നിനക്കു തബോധനേ. ജാനകീ മാർഗമറിഞ്ഞിടിൽ നീ പറയണം കേനവാനീത സീതാമൽപ്രിയാ മനോഹരി. രാഘവവാക്യമേവം കെട്ടൊരു ശബരിയും ആകുലമകലുമാറാദരാലുര ചെയ്താൾ. സർവവുമറിഞ്ഞിരിക്കുന്നു നിന്തിരുവടി സർവജ്ഞനെന്നാകിലും ലോകാനുസരണാർത്ഥം ചോദിച്ച മൂലം പറഞ്ഞിടുവേൻ. സീതാദേവി ഖേദിച്ചു ലങ്കാപുരി തന്നിൽ വാഴുന്നു നൂനം. കൊണ്ടുപോയതു ദശകണ്ഠനെന്നറിഞ്ഞാലും കണ്ടിതു ദിവ്യദൃശ തണ്ടലർമലകളെ ഞാൻ. കണ്ടിതു ദിവ്യദൃശ തണ്ടലർമകളെ ഞാൻ. മുമ്പിലാം മാറു കുറഞ്ഞൊന്നു തെക്കോട്ടു ചെന്നാൽ പമ്പയാം സരസിനെ കാണാം. തൽപുരോഭാഗേ പശ്യ പർവ്വതവരം ഋഷ്യമൂകാഖ്യം. തത്ര വിശ്വസിച്ചിരിക്കുന്നു സുഗ്രീവൻ കപിശ്രേഷ്ഠൻ. 4 മന്ത്രികളോടും കൂടെ മാർത്താണ്ഡാത്മജൻ ബാലിയെ പേടിച്ചു സങ്കേതമായനുദിനം. ബാലിക്കു മുനിശാപം പേടിച്ചു ചെന്നുകൂടാ പാലനം ചെയ്യുക ഭവാനവനെ വഴി പോലെ. സഖ്യവും ചെയ്തു കൊള്ളുക സുഗ്രീവൻ തന്നോട്. എന്നാൽ ദുഃഖങ്ങളെല്ലാം തീർന്നു കാര്യവും സാധിച്ചിടും. എങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്ത് ഭവൽപാദപങ്കജത്തോടു ചേർന്നു കൊള്ളുവാൻ തുടങ്ങുന്നു. പാർക്കേണം മുഹൂർത്തമാത്രം ഭവാനത്രൈവ മേ തീർക്കേണം മായാകൃതബന്ധനം ദയാനിധേ. ഭക്തി പൂണ്ടിദ്ധമുക്ത്വാ ദേഹത്യാഗവും ചെയ്തു മുക്തിയും സിദ്ധിച്ചിതു ശബരിക്കതു കാലം. ഭക്തവത്സലൻ പ്രസാദിക്കില്ലെന്നവർക്കെന്നില്ലെത്തിടും മുക്തി നീചജാതികൾക്കെന്നാകിലും. പുഷ്കരനേത്രൻ പ്രസാദിക്കിലോ ജന്തുക്കൾക്ക് ദുഷ്കരമായിട്ടൊന്നുമില്ലെന്നു ധരിക്കണം. ശ്രീരാമഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും. ശ്രീരാമപാദാംഭോജം സേവിച്ചു കൊള്ളുക നിത്യം. ഓരോരോ മന്ത്രതന്ത്ര ധ്യാനകർമാദികളും ദൂരസന്ധ്യജിച്ച് തൻ ഗുരുനാഥോപദേശാൽ ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചു കൊള്ളുക നിത്യം. ശ്രീരാമമന്ത്രം ജപിച്ചിടുക സദാകാലം. ശ്രീരാമചന്ദ്ര കഥ കേൾക്കുകയും ചൊല്ലുകയും ശ്രീരാമഭക്തന്മാരെ പൂജിച്ചു കൊള്ളുകയും ശ്രീരാമമയം ജഗത് സർവമെന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോടൈക്യവും പ്രാപിച്ചിടാം. രാമരാമേതി ജപിച്ചിടുക സദാകാലം. ഭാമിനി ഭദ്രേ പരമേശ്വരി പത്മേക്ഷണേ യുദ്ധമീശ്വരൻ പരമേശ്വരിയോടു രാമഭദ്രവൃത്താന്തമരുൾ ചെയ്തതു കേട്ട നേരം ഭക്തി കൊണ്ടേറ്റം പരവശനായി ശ്രീരാമങ്കൽ ചിത്തവും ഉറപ്പിച്ചു ലയിച്ചു
രുദ്രാണിയും പൈങ്കിളിപ്പൈതടാനും പരമാനന്ദം പൂണ്ടു ശങ്കര ജയിച്ചരുളന്നിരുന്നരുളിനാൻ. ഇവിടെയാണ് അരണ്യകാണ്ഡം അവസാനിക്കുന്നത്. ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ ആരണ്യകാണ്ഡം സമാപ്തം. ഹരേ രാമ 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 ഹരേ ഹരേ. കിഷ്കിന്ധാകാന്ഡം. ശാരിക പൈതലേ ചാരുശീലേ വരികാരോമലേ കഥാശേഷവും ചൊല്ലു നീ. ചൊല്ലുവേനെങ്കിലനങ്കാരി ശങ്കരൻ വല്ലഭയോടരുൾ ചെയ്ത പ്രകാരങ്ങൾ. കല്യാണശീലൻ ദശരഥസൂനു കൗസല്യാതനയൻ അവരജൻ തന്നോടു പമ്പാസരസ്തടം ലോകമനോഹരം സംപ്രാപ്യ വിസ്മയം പൂണ്ടരുളിയിടിനാൻ. ക്രോശമാത്രം വിശാലം വിശദാമൃതം ക്ലേശവിനാശനം ജന്തുപൂർണസ്ഥലം ഉത്ഫുല്ല പത്മകൽഹാര കുമുദ നീലോൽപലമണ്ഡിതം ഹംസകാരണ്ഡവ ഷഡ്പദ കോകില കുക്കുടകോയഷ്ടി സർപ്പസിംഹ വ്യാഘ്രസൂകരസേവിതം പുഷ്പലതാപരിവേഷ്ടിത പാദപസൽഫലസേവിതം സന്തുഷ്ടജന്തുകം കണ്ടു കൗതൂഹലം പൂണ്ടു തണ്ണീർ കുടിച്ചിണ്ടലും തീർത്തു മന്ദം നടന്നിടിനാൻ. ഹനുമൽ സമാഗമം. കാലേ വസന്തേ സുശീതളേ ഭൂതലേ ഭൂലോകപാലബാലന്മാരിരുവരും ഋഷ്യമൂകാദ്രിപാർശ്വസ്ഥലേ സന്തതം നിശ്വാസമുൾക്കൊണ്ടു വിപ്രലാപത്തൊടും സീതാവിരഹം പുറഞ്ഞു കരകയും ചോദായുധാർത്ഥി മുഴുത്തു പറകയും ആദികലർന്നു നടന്നടുക്കും വിധൗ ഭേദനായി വന്നു ദിനകരപുത്രനും സത്വരം മന്ത്രികളോടു കുതിച്ചു പാഞ്ഞു തുംഗമായ ശൈലാഗ്രമേറിയിടിനാൻ. മാരുതിയോടു ഭയേന ചൊല്ലിയിടിനാൻ, ആരീ വരുന്നതിരുവർ സന്നദ്ധരായി നേരെ ധരിച്ചു വരിക നീ വേഗേന. ധീരന്മാരെത്രയുമെന്നു തോന്നും കണ്ടാൽ അഗ്രജൻ ചൊൽകയാലെന്നെ ബലാലിങ്ങു നിഗ്രഹിപ്പാനായി വരുന്നവരല്ലല്ലി. വിക്രമമുള്ളവരെത്രയും തേജസ ദിക്കുകളൊക്കെ വിളങ്ങുന്നു കാൺക നീ. താപസവേഷം ധരിച്ചിരിക്കുന്നിതു ചാപബാണാസി ശസ്ത്രങ്ങളുമുണ്ടല്ലോ. നീയൊരു വിപ്രവേഷം പൂണ്ടവരോട് വായുസുത ചെന്നു ചോദിച്ചറിയണം. വക്രനേത്രാലാപഭാവങ്ങൾ കൊണ്ടവർ ചിത്തമെന്തെന്നതറിഞ്ഞാൽ വിരവിൽ നീ ഹസ്തങ്ങൾ കൊണ്ടറിയിച്ചിടുക നമ്മുടെ ശത്രുക്കളെങ്കിൽ. അതല്ലെങ്കിൽ നിന്നുടെ വക്രപ്രസാദ മന്ദസ്മേര സംജ്ഞയാ മിത്രമെന്നുള്ളതുമെന്നോടു ചൊല്ലണം. കർമ്മസാക്ഷി സുതൻ വാക്കുകൾ കേട്ടവൻ ബ്രഹ്മചാരി വേഷമാലംബ്യ സാദരം അഞ്ജസാ ചെന്നു നമസ്കരിച്ചിടിനാൻ. അഞ്ജനാപുത്രനും ഭർതൃപാദാംബുജം കഞ്ചവിലോചനന്മാരായ മാനവകുഞ്ചരന്മാരെ തൊഴുതു വിനീതനായി അങ്കജൻ തന്നെ ജയിച്ചോരു കാന്തി പൂണ്ടിങ്ങനെ കാണായ നിങ്ങളിരുവരും ആരെന്നറികയിൽ ആഗ്രഹമുണ്ട്.
അതു നേരെ പറയണം എന്നോട് സാദരം. ദിക്കുകൾ ദിക്കുകൾ ആത്മഭാസൈവ ശോഭിപ്പിക്കും അർക്കനിശാകരന്മാരെന്നു തോന്നുന്നു. ത്രൈലോക്യ കർത്തൃബോധന്മാർ ഭവാന്മാരെന്ന് ആലോക്യ ചേതസി ഭാതി സദൈവമേ. വിശ്വൈകവീരന്മാരായ യുവാക്കളാം അശ്വിനീ ദേവകളോ മറ്റതെന്നിയെ വിശ്വൈക കാരണഭൂതന്മാരായോരു വിശ്വരൂപാരാം വിശ്വരൂപന്മാരാമേശ്വരന്മാർ നിങ്ങൾ നൂനം പ്രധാന പുരുഷന്മാർ മായയാ മാനുഷാകാരേണ സഞ്ചരിക്കുന്നിതു ലീലയാ ഭൂഭാരനാശനാർത്ഥം പരിപാലനത്തിനു ഭക്താനാം മഹീതലേ. വന്നു രാജന്യവേഷേണ പിറന്നൊരു പുണ്യപുരുഷന്മാർ പൂർണ്ണഗുണവാന്മാർ കർത്തും ജഗത്സ്ഥിതി സംഹാര സർഗങ്ങളുദ്യതോ ലീലയാ നിത്യസ്വതന്ത്രന്മാർ മുക്തി നൽകും നരനാരായണന്മാരെന്ന് ഉൾത്താരിലെന്നു തോന്നുന്നു നിരന്തരം. യുദ്ധം പറഞ്ഞു തൊഴുതു നിന്നിടുന്ന ഭക്തനെ കണ്ടു പറഞ്ഞു രഘുത്തമൻ പശ്യ സഖേ വടുരൂപിണം ലക്ഷ്മണ നിശേഷ ശബ്ദശാസ്ത്രമനേന ശ്രുതം ഇല്ലൊരപശബ്ദമെങ്ങുമേ വാക്കിങ്കൽ നല്ല വൈയാകരണൻ വടു നിർണയം. മാനവവീരനും അപ്പോൾ അരുൾ ചെയ്തു വാനരശ്രേഷ്ഠനെ നോക്കി ലഘുതരം. രാമൻ എന്നുട നാമം ദശരഥ ഭൂമിപാലേന്ദ്രതനയൻ ഇവൻ മമ സോദരനാകിയ ലക്ഷ്മണൻ കേൾക്ക നീ ജാതമോദം പരമാർത്ഥം മഹാമതേ. ജാനകിയാകിയ സീതയെന്നുണ്ടൊരു മാനിനി എന്നുട ഭാമിനി കൂടവേ താതനിയോഗേന കാനന സീമനി യാത്രയാ യാതന്മാരായി തപസ്സു ചെയ്തിടുവാൻ ദണ്ഡകാരണ്യേ വസിക്കുന്ന നാൾ അതിചണ്ഡനായോരു നിശാചരൻ വന്നുടൻ ജാനകി ദേവിയെ കെട്ടുകൊണ്ടിടിനാൻ. കാനനെ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു കണ്ടീലവളെ ഒരേടത്തു നിന്നിക കണ്ടുകിട്ടി നിന്നെ നീ ആരടോ സഖേ ചൊല്ലിയിടുകെന്ന്. അതു കേട്ടൊരു മാരുതി ചൊല്ലിനാൻ കൂപ്പിത്തൊഴുതു കുതൂഹലാൽ. സുഗ്രീവനാകിയ വാനരേന്ദ്രൻ പർവ്വതാഗ്രേ വസിക്കുന്നിതത്ര രഘുപതി മന്ത്രികളായി ഞങ്ങൾ 4 പേരുണ്ടല്ലോ സന്തതം കൂടെ പിരിയാതെ വാഴുന്നു. അഗ്രജനാകിയ ബാലി കപീശ്വരൻ ഉഗ്രനാട്ടിക്കളഞ്ഞിടിനാൻ തമ്പിയെ. സുഗ്രീവനുള്ള പരിഗ്രഹം തന്നെയും അഗ്രജൻ തന്നെ പരിഗ്രഹിച്ചിടിനാൻ. ഋഷ്യമൂകാചലം സങ്കേതമായി വന്നു വിശ്വാസമോടിരിക്കുന്നിതർക്കാത്മജൻ ഞാൻ അവൻ തന്നുട ഭൃത്യനായുള്ളോരു വാനരൻ വായുതനയൻ മഹാമതേ. നാമധേയം ഹനുമാൻ അഞ്ജനാത്മജനാമയം തീർത്തു രക്ഷിച്ചു കൊള്ളേണമേ. സുഗ്രീവനോടു സഖ്യം ഭവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാം ഇരുവർക്കുമരികളെ വേല ചെയ്യാമതിനാവോളമാശു ഞാനാലംബനം മറ്റെനിക്കില്ല ദൈവമേ. യുദ്ധം തിരുമനസ്സെങ്കിൽ എഴുന്നള്ളുകൊൾ താപമെല്ലാം അകലം ദയാനിധി എന്നുണർത്തിച്ചു നിജാകൃതി കൈക്കൊണ്ടു നിന്നു തിരുമുമ്പിലാമാറു മാരുതി പോക മമസ്കന്ധമേറിയിടുവിൻ നിങ്ങൾ ആകുലഭാവമകലക്കളഞ്ഞാലും. അപ്പോൾ ശബരിതൻ വാക്കുകളോർത്തു കണ്ട് ഉൽപ്പല നേത്രൻ അനുവാദവും ചെയ്തു.
ഹരേ രാമ. സുഗ്രീവസഖ്യം. ശ്രീരാമലക്ഷ്മണന്മാരെ കഴുത്തിലാമാറങ്ങെടുത്തു നടന്നിതു മാരുതി. സുഗ്രീവസന്നിധു കൊണ്ടു ചെന്നിടിനാൻ. വ്യഗ്രം കളക നീ ഭാസ്കരനന്ദന, ഭാഗ്യമഹോ ഭാഗ്യമോർത്തോളം എത്രയും. ഭാസ്കരവംശസമുദ്ഭവന്മാരായ രാമനും ലക്ഷ്മണനാകുമനുജനും കാമദാനാർത്ഥമിവിടേക്കെഴുന്നള്ളി. സുഗ്രീവനോടിവണ്ണം പറഞ്ഞ് അദ്രീശ്വരാഗ്രേ മഹാതരുച്ഛായാതലേ തഥാ വിശ്വൈകനായകന്മാരാം കുമാരന്മാർ വിശ്രാന്തചേതസാ നിന്നരുളേടിനാർ. വാദാത്മജൻ പരമാനന്ദമുൾക്കൊണ്ടു നീതിയോടർക്കാത്മജനോടു ചൊല്ലിയിടിനാൻ. ഭീതികളക നീ മിത്രഗോത്രേ വന്നു ജാതന്മാരായൊരു യോഗേശ്വരന്മാരെ ശ്രീരാമലക്ഷ്മണന്മാരെഴുന്നള്ളിയത്. ആരെയും പേടിക്ക വേണ്ട ഭവാനിനി, വേഗേന ചെന്നു വന്നിച്ചു സഖ്യം ചെയ്തു ഭാഗവതപ്രിയനായി വസിച്ചിടുക. പ്രീതനായൊരു സുഗ്രീവനും അന്നേരം ആദരപൂർവമുദ്ധായ സസംഭ്രമം വിഷ്ടപനാഥനിരുന്നരുളിടുവാൻ. വിഷ്ടരാർത്ഥം നല്ല പല്ലവജാലങ്ങൾ പൊട്ടിച്ച് അവനിയിലിട്ടാൻ. അതു നേരമിഷ്ടനാം മാരുതി. ലക്ഷ്മണനും ഒടിച്ചിട്ടതു കണ്ടു സൗമിത്രി. സുഗ്രീവനും പുഷ്ടമോദാലൊടിച്ചിട്ടരുളിയിടിനാൻ. തുഷ്ടി പൂണ്ടെല്ലാവരും ഇരുന്നിടിനാർ. നഷ്ടമായി വന്നിതു സന്താപസംഘവും. മിത്രാത്മജനോടു ലക്ഷ്മണൻ ശ്രീരാമവൃത്താന്തമെല്ലാം അറിയിച്ചതു നേരം. ധീരനാം ആദിത്യനന്ദനൻ മോദേന ശ്രീരാമചന്ദ്രനോടാശു ചൊല്ലിയിടിനാൻ. നാരീമണിയായ ജാനകി ദേവിയെ ആരാഞ്ഞറിഞ്ഞു തരുന്നുണ്ടു നിർണയം. ശത്രുവിനാശനത്തിനടിയനൊരു മിത്രമായി വേല ചെയ്യാം. തവാജ്ഞാവശാൽ ഏതുമിതു നിരൂപിച്ചു ഖേദിക്കരുത്. ആദികളൊക്കെ അകറ്റുവൻ നിർണയം. രാവണൻ തന്നെ സകുലവധം ചെയ്ത് ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ. ഞാനൊരവസ്ഥ കണ്ടേനൊരു നാള്, അത് മാനവവീര തെളിഞ്ഞു കേട്ടിടണം. മന്ത്രിമാർ 4 പേരും ഞാനുമായി അചലാന്തേ വസിക്കുന്ന കാലമൊരു ദിനം. പുഷ്കരനേത്രനായൊരു തരുണിയെ പുഷ്കരമാർഗേണ കൊണ്ടുപോയാനൊരു രക്ഷോവരൻ. അതു നേരമസുന്ദരി രക്ഷിപ്പതിനാരുമില്ലഞ്ഞു ദീനയായി രാമരാമേതി മുറയിടുന്നോൾ. തവ ഭാമിനി തന്നെ അവളെന്ന ദേവരു. ഉത്തമയാം അവൾ ഞങ്ങളെ പർവ്വതേന്ദ്രോത്തമാങ്കേ കണ്ട നേരം. പരവശാൽ ഉത്തരീയത്തിൽ പൊതിഞ്ഞാഭരണങ്ങൾ അത്രീശ്വരോപരി നിക്ഷേപണം ചെയ്താൾ. ഞാനതു കണ്ടിങ്ങെടുത്തു സൂക്ഷിച്ചു വെച്ചേൻ. അതു കാണണമെങ്കിലോ കണ്ടാലും ജാനകീ ദേവിതൻ ആഭരണങ്ങളല്ലോ മാനവവീര ഭവ. ജാനകീ ദേവിതൻ ആഭരണങ്ങളോ മാനവവീര ഭവാനറിയാമല്ലോ എന്നു പറഞ്ഞതെടുത്തു കൊണ്ടുവന്നു മന്നവൻ തൻ തിരുമുമ്പിൽ വച്ചിടിനാൻ. അർണോജനേത്രനെടുത്തു നോക്കും നേരം കണ്ണുനീർ തന്നെ കുശലം വിചാരിച്ചു. എന്നെ കണക്കെ പിരിഞ്ഞിതോ നിങ്ങളും തന്വങ്കിയാകിയ വൈദേഹിയോടയ്യോ. സീതേ ജനകാത്മജേ മമ വല്ലഭേ നാഥേ നളിനദളായതലോചനേ. രോദനം ചെയ്തു വിഭൂഷണ സഞ്ചയം ആദിപൂർവം
തിരുമാറിലമുഴ്ത്തിയും പ്രാകൃതന്മാരാം പുരുഷന്മാരെപ്പോലെ ലോകൈകനാഥൻ കരഞ്ഞു തുടങ്ങിനാൻ. ശോകേന മോഹം കലർന്നു കിടക്കുന്ന രാഘവനോട് പറഞ്ഞിതു ലക്ഷ്മണൻ. ദുഃഖിയായി കേതുമേ രാവണൻ തന്നെയും മർക്കടശ്രേഷ്ഠ സഹായേന വൈകാതെ നിഗ്രഹിച്ച് അംബുജനേത്രയാം സീതയെ കൈക്കൊണ്ടുകൊള്ളാം. പ്രസീത പ്രഭോ ഹരേ. സുഗ്രീവനും പറഞ്ഞാനത് കേട്ടുടൻ വ്യഗ്രിയായ കേതുമേ രാവണൻ തന്നെയും നിഗ്രഹിച്ചാശു നൽകിയിടുവൻ ദേവിയെ. കൈക്കൊള്ളുക ധൈര്യം ധരിത്രീപദേ വിഭൂ. ലക്ഷ്മണ സുഗ്രീവ വാക്കുകളിങ്ങനെ തൽക്ഷണം കേട്ടു ദശരഥപുത്രനും ദുഃഖവുമൊട്ടു ചുരുക്കി മരുവിനാൻ. മർക്കടശ്രേഷ്ഠനാം മാരുതി അന്നേരം അഗ്നിയെയും ജ്വലിപ്പിച്ചു ശുഭമായ ലഗ്നവും പാർത്തു ചെയ്യിപ്പിച്ചു സഖ്യവും. സുഗ്രീവരാഘവന്മാര് അഗ്നിസാക്ഷിയായി സഖ്യവും ചെയ്തു പരസ്പരം കാര്യവും സിദ്ധിക്കുമെന്നുറച്ച് ആത്മഖേദം കളഞ്ഞ് ഉത്തുംഗമായ ശൈലാഗ്രേ മരുവിനാർ. ബാലിയും താനും പിണക്കമുണ്ടായതിൻ മൂലമെല്ലാം ഉണർത്തിച്ചരുളിയിടിനാൻ. ഹരേ രാമ.